ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ ആവേശത്തിനൊപ്പം ചേരുകയാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും. മറ്റൊരു സ്റ്റേഷനിലും ഇല്ലാത്ത വിധം ഇഷ്ട ടീമുകളുടെ കൊടികളും തോരണങ്ങളും കട്ടൌട്ടുകളും കൊണ്ട് ആകെ മൊത്തം ഫുട്ബോൾ വൈബാണ് അവിടെ. സോഷ്യൽ മീഡിയയിലും ട്രെൻഡിംഗ് ആണ് ഇപ്പോൾ ഈ സ്റ്റേഷൻ. ലിഡിയ ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. കാക്കിക്കുള്ളിൽ തീർച്ചയായും കായിക പ്രേമികൾ ഉണ്ടാകും. ഈ ഫുട്ബോൾ ആയതോടെ ഈ കായിക പ്രേമികളെല്ലാം ഉണർന്നിരിക്കുകയാണ്. നമ്മളുള്ളത് കളമശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. എനിക്ക് പിന്നിൽ ഈ കാണുന്നത് പോലെ തന്നെ മനോഹരമായിട്ടുള്ള കൊടി തോരണങ്ങൾ കൊണ്ടും വിവിധ രാജ്യങ്ങളുടെ പതാകകൾ കൊണ്ടും കട്ടൗട്ടുകൾ കൊണ്ടും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ എന്നുള്ളതാണ്. റോഡിൽ കൂടി പോകുമ്പോൾ ഇത് കാണാൻ വളരെ മനോഹരമാണ്. അത് മാത്രമല്ല, ഒരു ഫുട്ബോൾ ആരാധന മാത്രമല്ല ഇതിന് പിന്നിലുള്ളത്, മറിച്ച് വലിയൊരു സന്ദേശം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഒരു ആശയത്തിന് പിന്നിലെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, എന്താണ് ഇങ്ങനെ ഒരു ആശയത്തിന് പിന്നിൽ? ആശയത്തിന് പിന്നിൽ എന്ന് വെച്ചാൽ 2022 വേൾഡ് കപ്പ് ഇവിടെ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ആഘോഷിച്ചിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വേൾഡ് വന്നപ്പോൾ എൻ്റെ സഹപ്രവർത്തകരാണ് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞു. അവരാണ് ഇതിൻ്റെ പിന്നിലൊക്കെ നിന്ന ആൾക്കാർ. ഞാൻ അവരെ കൂടെ നിന്നതാണ്. അതിനൊപ്പം തന്നെ ഇപ്പോൾ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു പ്രോജക്റ്റ് ആൻറ്റി ഡ്രഗ്സ് പ്രോജക്റ്റ് തൂഫാൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെമായിട്ട് ഫുട്ബോളാണ് ലഹരി എന്നുള്ളതാണ് നമ്മളുടെ സ്ലോഗനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ സ്പോർട്സിലേക്ക് നമ്മുടെ യുവാക്കളെ കൊണ്ടുവരിക വഴി ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം കുറയ്ക്കാനും കൂടുതലുള്ള മറ്റു സ്പോർട്സ് ഐറ്റംസിലേക്ക് നമ്മളുടെ യുവജനങ്ങളെ കൊണ്ടുവരിക എന്നുള്ള പ്രോജക്റ്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ വേൾഡ് കപ്പും അതിൻ്റെ ഒപ്പം തന്നെ ആൻറ്റി ഡ്രഗ്സ് പ്രോഗ്രാം കൂടി ഒരുമിച്ച് നടക്കുന്ന ഒരു അജണ്ടയാണ് ഞങ്ങളുടെ ഉദ്ദേശം. മുഴുവനും ഫുട്ബോൾ ഫാൻസ് ആണോ സാർ? ഇവിടെ എല്ലാവരും ഫുട്ബോൾ വളരെ സ്നേഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിന് ഇതുപോലെ നടത്തി, നമ്മൾ ചെറുതായിട്ട് നടത്തിയുള്ളൂ. പക്ഷേ ആ സമയത്ത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വളരെ ശ്രദ്ധ ഈ ലഹരി വിരുദ്ധ പ്രചരണം തന്നെയായിരുന്നു. ഫുട്ബോളാണ് ലഹരി എന്നുള്ള ഒരു ആശയം തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒത്തിരി ആളുകൾ ഇത് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ വന്നപ്പോൾ ഈ പ്രാവശ്യവും അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മളിവിടെ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടു. ജനങ്ങളെ കൂടെ നിർത്തിയിട്ട് ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളിനി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫുട്ബോൾ വഴി ഈ ആശയം ജനങ്ങളിലേക്കും കുട്ടികളിലേക്കും യുവാക്കളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. നല്ല പ്ലെയേഴ്സ് കൂടി ഉണ്ടോ? പ്രത്യേകിച്ച് പോലീസുകാരാകുമ്പോൾ നന്നായി കളിക്കുന്ന ആളുകളും കൂടി ആയിരിക്കുമല്ലോ. ഇവിടെ നല്ല ടീമുണ്ട്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നല്ല ടീം, നല്ല രീതിയിൽ കളിക്കുന്ന ഫുട്ബോൾ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ തന്നെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഏത് ടീമിനാണ്? ബ്രസീലും പറയുന്നുണ്ട്. ഒരു ഫാൻ യുദ്ധമൊക്കെ നടക്കാറുണ്ടോ? കോമ്പറ്റീഷൻ ഉണ്ട്. അർജന്റീന കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ വേറെ ഒരു ടീം. അവിടെ പറഞ്ഞ പക്ഷെ ബ്രസീലും പോർച്ചുഗലും ഇംഗ്ലണ്ടും ജപ്പാനും ഒക്കെ ആരാധകരുണ്ട്. പക്ഷെ എല്ലാം അർജന്റീന മുതൽ ഞങ്ങളെല്ലാം അർജന്റീന ഫാനാണ്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല കേട്ടോ. കപ്പ് ബ്രസീലിനാണ്, അതിലൊരു സംശയവും ഇല്ല. കപ്പ് അർജന്റീനയ്ക്കാന്നും പറയുന്നില്ല. മെസ്സി ഇത്തവണ കപ്പ് കൊണ്ടുപോകും. തഹസിന്റെ കട്ടൗട്ട് ഉണ്ട്. അതോടൊപ്പം അത് താരങ്ങൾക്കൊപ്പമാണ്, പ്രത്യേകിച്ച് ലെജൻസിനൊപ്പമാണ് തഹസിന്റെ കട്ടൗട്ട്. മറ്റു സ്ഥലങ്ങളിലൊന്നും ഞങ്ങളത് കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിലൊരു ഇത് വന്നതാണ്. മലയാളികളുടെ അഭിമാനമാണ്, അത് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ചെയ്തത്. എനിക്ക് പിന്നിൽ നിൽക്കുന്ന പോലീസുകാരെല്ലാവരും തന്നെ വലിയ ഫുട്ബോൾ ആരാധകരാണ്. അതോടൊപ്പം തന്നെ ഈ വേൾഡ് കപ്പ് വന്നപ്പോഴേക്കും ഈ ആവേശം ഇരട്ടിയായി. അതാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷെ അത് മാത്രമല്ല, വലിയൊരു സന്ദേശം, ലഹരി വിരുദ്ധമായിട്ടുള്ള ഒരു കേരളത്തെ മുന്നോട്ട് വയ്ക്കുക എന്നുള്ള വലിയൊരു സന്ദേശം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷിജു ചവറയ്ക്കൊപ്പം ലിഡിയ ജേക്കബ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.